കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എല്ലാ കുറച്ച് 2-3 MLA രാജിവെക്കേണ്ടി വരും. കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൊട്ടന്മാരൊന്നുമല്ല. കുട്ടികളുണ്ടായി കൊടുത്തവൻ വരെ ഫ്രീ ആയിരിക്കണം. അത്ര പിന്നെ ഞാൻ നന്നെങ്കിലല്ലേ നിങ്ങളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. ഞാനേ കേട്ടെടുക്കും. ഇനി നിങ്ങളെങ്ങനെ പറയും? ഉമ്മൻചാണ്ടി സാറൊക്കെ എത്ര നല്ല മനുഷ്യമായിരുന്നു അല്ലേ? ഇത് അങ്ങനെ ഒരു വിട്ടോ സംഭവം സത്യമാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു സംഗതിയാണത്. നമ്മൾക്ക് തന്നെ അത് വല്ലാത്തൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ കുറിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെയാണ് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അയാളൊരു തുടക്കക്കാരനല്ലേ, തുടക്കം എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയല്ലേ. അയാളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ നന്നായി വിശ്വസിച്ചു, ആൾ പകുതിയിലിട്ടിട്ട് പോകേണ്ടി വന്നു. അത് നമ്മുടെ പാലക്കാട് ജനങ്ങളെ കൈയൊഴിഞ്ഞ പോലെയാണ് പോയത്. പാലക്കാട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇവർ വോട്ടും ചോദിച്ച് വരുന്ന ഒരു രീതിയായി മാറി. വിശ്വസിക്കാനേ പറ്റില്ല. ഉമ്മൻചാണ്ടിൻ്റെ മേലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നാളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിയിലെ സീനിയറായ ആൾക്കാരനെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് അറിയാലോ. നമുക്ക് എന്തായാലും കാലങ്ങളായിട്ട് കാണുന്നതല്ലേ. അല്ല, ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാർത്തയൊക്കെ വയ്ക്കുമ്പോഴേ കുട്ടികളുടെ മുന്നിലേ നമ്മളിരിക്കുന്നത്. അത് വല്ലാത്തൊരു മോശമായിട്ടുള്ള ഒരു എന്താ വെച്ചാന്നൊക്കെ ചോദിക്കുമ്പോഴേ, അതായത് മാങ്കൂട്ടത്തിൽ ജയിപ്പിച്ചു വിട്ടത് വെറുതെ വേണ്ടി കിടന്നില്ല എന്നായി പാലക്കാടുകാർക്ക്. ഇനിയിപ്പോൾ അയാൾ ചെയ്യേണ്ടതാണ്. അയാളുടെ MLA സ്ഥാനം അയാളുടെ സ്ഥാനമാണ്. അയാൾ തന്നെ രാജിവെച്ചിട്ട് പോവുകയാണ് നല്ലത്. ഇത് എല്ലാവർക്കും ഒരു നാണക്കേടായല്ലോ ഇതൊരു സംഭവം. ഇപ്പോൾ ഉന്നത പദവിയിലിരിക്കുന്നവർ ഇങ്ങനെ ചെയ്തു എന്ന് അറിയുമ്പോൾ ജനങ്ങളും 3.5 വർഷം വരെ ഇവരൊക്കെ ഇവിടെ പോയി കിടക്കായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധമായും രാജിവെക്കണം എന്ന് പറയുകയാണെങ്കിൽ CPMലെ പ്രമുഖരായിട്ടുള്ള പലരുടെ പേരിലും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നവരുടെ പേരിലും നിരവധി ആരോപണങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ സ്ഥാനം രാജിവെച്ച് വരും. പാലക്കാട് ഞങ്ങൾ ജയിപ്പിക്കുകയും ചെയ്യും ഷാഫിനെ, അതിലൊരു സംശയം വേണ്ട. സ്ത്രീകൾ പല ആൾക്കാരും പലവിധമാണല്ലോ. അപ്പം നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വേണമെന്ന് വെച്ച് പറയുന്ന ആൾക്കാരുണ്ടാവുക, അല്ലാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ലേ അതിനെ പറ്റിയിട്ട് അറിയാവും. കഴിവുള്ള ആളാണ്. ജയിപ്പിച്ച് വിട്ടതോ ലാഭമായിട്ട് ചിന്തിക്കുന്നത്. അയാളൊരു നല്ല മനുഷ്യനാണ്, നല്ല പഠിപ്പറിവുള്ള ആളാണ്. എല്ലാം പഠിച്ച് നല്ല ഡൽഹി പോയി പഠിച്ചിട്ടുണ്ട്, കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം പഠിച്ച് നന്നായിട്ടുണ്ട്. അയാൾ നല്ലൊരു മുൻകയറ്റമുള്ള ആളാണ്. നന്നായി സംസാരിക്കാൻ അറിയാം, നല്ല കഴിവുള്ള ആളാണ്. ആരോപണം എല്ലാവർക്കും വരും. എല്ലാം വന്നിട്ടില്ലേ? എത്ര പേർക്ക് വന്നിട്ടുണ്ട്? നിറയെ ആൾക്കാർക്ക് ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ മുന്നേറ്റം, അതായത് മുകളിലേക്കുള്ളൊക്കെ വന്ന് തടയാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇതൊക്കെ. സാക്ഷികളില്ല. ഒന്ന്, നമ്മൾ വെറും ഫോൺ കോളിൽ മാത്രമാണ് ഇവനെ കേസ് കൊടുത്ത് താഴ്ത്താനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2, പിന്നെ മൂപ്പരുടെ കഴിവിനനുസരിച്ചിട്ട് അത് മുകളിൽ കയറാതിരിക്കാനുള്ള ഒരു അടവാണ് ഇവരുടെ ഇത് പാലക്കാട് വിശ്വസിക്കത്തില്ല. ഇല്ല, നമ്മൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ നമുക്ക് എന്തായാലും തെറ്റായാലും ശരിയായാലും കുറച്ച് ആൾക്കാർ അവൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിപ്പോൾ അവന് MLA സ്ഥാനം രാജിവെച്ച് വീണ്ടും ഇലക്ഷൻ വീണ്ടും അവർ തന്നെ ജയിക്കും. രാഹുൽ മാങ്കൂട്ടം തന്നെ ജയിക്കും. 100%. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയിട്ട് ഷാഫി പറമ്പിലാണ് വരുന്നത് വെച്ചാലും 100% അവർ തന്നെ ജയിക്കുള്ളൂ. പക്ഷെ അവർ ഇപ്പോൾ 10 വർഷം ഇപ്പോൾ രണ്ട് ട്രിപ്പ് ഇവിടെ ജയിച്ചില്ലേ? നല്ല കാര്യങ്ങളല്ലേ ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഇവിടെ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നിരിക്കുന്നത്. എന്നിട്ട് വമ്പ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിനെ വെച്ച് കൂടുതൽ വോട്ടിനല്ലോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലത് ചെയ്യാൻ നല്ലത് ആൾക്കാർ ചിന്തിക്കില്ലല്ലോ. അഥവാ രാജി വെച്ചാൽ വീണ്ടും ഇലക്ഷൻ വീണ്ടും കോൺഗ്രസ് തന്നെ ജയിക്കും 100%. പിന്നെ ഇപ്പം എന്ത് രാജി വയ്ക്കുന്നത് ഇവർ? അത് ഞാൻ പറഞ്ഞില്ലേ, മൂപ്പരിന് ഒരു എന്താ പറയുക, ഒരു ഇതുണ്ട്. മൂപ്പർക്ക് ഒരു സ്ഥാനവും അതിൻ്റെ അനുസരിച്ചുള്ള സംസാരിക്കാൻ അതിനുള്ള കഴിവും എല്ലാം ഉണ്ട്. അതങ്ങോട്ട് കളയണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കാര്യം വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് തേച്ച് മാറ്റി പോകും, വീണ്ടും വേറെ ആൾക്ക് വരും. ഇത് തന്നെ സംഭവിക്കുന്നു. പക്ഷെ പാലക്കാട് ഇനി കോൺഗ്രസ് തന്നെ 100% വരുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. എത്ര ഇത് തന്നെ ആയാലും. നമ്മളെ ഷാഫി പറമ്പിൽ വടകരയിൽ തടഞ്ഞു. എന്താ അതിൻ്റെ കാര്യം? അവൻ പട്ടിക്ക് വിളിക്കുന്നു ഒരുത്തൻ. ഷാഫി പറമ്പിൽ നന്നായി ചൂടാനുണ്ടായിരുന്നു. എന്താ ഇതിലുള്ള കാരണം? ഇവരും ആർക്ക് വേണമെങ്കിൽ സമരം ചെയ്യാം. ഇങ്ങനെയാണ് ഒരു തെറി പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത്. ഒരു MP നമ്മളത് ചിന്തിക്കണ്ടേ? നമ്മൾ ഈ കേരളത്തിൽ ജനിക്കുന്നു, വളരുന്നു, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മൂപ്പരെ കാണണം, സംസാരിക്കുക, എല്ലാം ചെയ്യണം. അങ്ങനെയുള്ള ആളെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, ഒരു സുപ്രഭാതത്തിൽ അയാളായിരിക്കും നമ്മളെ സഹായിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ. അല്ലേ? അത് പറഞ്ഞ ഷാഫി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് വഴിക്കാണ്. മൂപ്പരും നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂപ്പര് കയറിയിട്ട് 3-4 മാസമല്ലായിട്ടുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയിട്ട് ഇപ്പോൾ 3-4 മാസമല്ലായിട്ടുള്ളൂ. മൂപ്പര് ഷാഫി പറമ്പിൽ സാറ് ഫസ്റ്റ് നിന്നു, 5 വർഷം കഴിഞ്ഞു സെക്കൻഡ്, ഇത് തേർഡിലല്ലേ മൂപ്പര് നിൽക്കണം. രാഹുൽ മാങ്കൂർ മാത്രമല്ലല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കിടക്കുന്നത്. അത് രാജിക്കുന്ന അഭിപ്രായമില്ല. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എല്ലാ കുറച്ച് 2-3 MLA രാജിവെക്കേണ്ടി വരും. രാഷ്ട്രീയമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
കുറ്റങ്ങൾ പറയും. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ലേ, രാജിവെക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ. ഷാഫി പറമ്പിലും അതിനായിട്ടും ബെറ്ററാണ്. അതിൽ ബെറ്ററാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ആയിട്ട് അറിയണം, എല്ലാവർക്കും അറിയണം, ജനങ്ങൾക്ക് അറിയണമല്ലേ. അങ്ങോട്ട് ആരിപ്പോൾ നല്ലവരൊന്നും ഇല്ലല്ലോ, ഒക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തിരുത്തി നന്നായി ഭരിക്കുക. മിടുക്കനായ ഒരു നേതാവാണ്, യുവതലമുറയിലെ മിടുക്കനായ ഒരു നേതാവാണ്. നല്ല ധീരതയുള്ള ഒരു ചെറുക്കനാണുള്ളത്. അപ്പോൾ അത് വളർന്നു വരാൻ പാടില്ല. ഈ കളവന്മാർക്ക് ഇങ്ങനെയുള്ളവർ വളർന്നു വരുന്ന ഇഷ്ടമല്ല. അതാണ് സംഭവം. സ്വന്തം പാളയത്തിൽ തന്നെ പടയെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടാവും, അങ്ങനെയുണ്ട്. കേരളം അത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ. കേരളത്തിൽ ജീവിക്കുന്നവർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇത് വായിച്ചും കേട്ടും കണ്ടും നല്ല ഇരിക്കുന്നത്. എത്ര പേര് രാജിവെക്കാനുണ്ട്, മന്ത്രി വരെ രാജിവെക്കാനില്ലേ. കുട്ടികളുണ്ടാക്കി കൊടുത്തവൻ വരെ ഫ്രീ ആയിരിക്കണം. അത്ര പിന്നെ കുട്ടി ഉണ്ടാക്കാൻ വരെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ഇതിനൊക്കെ എന്ത് നടപടി എടുക്കാനാണ്? എന്നാൽ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? ഒരാൾ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ എൻ്റെ ഭാഗം ക്ലിയറാണ്. ഞാൻ നന്നെങ്കിലല്ലേ നിങ്ങളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. ഞാനേ കേട്ടെടുക്കും. ഇനി നിങ്ങളെങ്ങനെ പറയും? ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു കളിയാണ്. അത് രാഷ്ട്രീയക്കാരുടെ ഒരു കളിയാണ്. കാരണം നമുക്കറിയാലോ, ഇത് ഈ ചെറുപ്പക്കാരിൽ നല്ലൊരു മിടുക്കനായ ഒരു നേതാവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് വേറെ ഇല്ലല്ലോ. ഈ കളം വരെ ഒന്നും വിട്ടുപോയില്ലല്ലോ. അധികാരം ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. അതാ സംഭവം. പിന്നെ കേരളത്തിൽ ഒരു സ്ത്രീയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ പിന്നെ എത്ര വലിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ നടക്കണം. മനുഷ്യന്മാരുടെ എന്താ പറയുക, ബീഹാറിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇത്രയും വലിയ പ്രശ്നം അവിടെ നടക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെയും ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ചാനൽ ഒക്കെ കൂടെ അങ്ങോട്ട് പോകുന്ന എത്ര പേര് എന്താ അതിന് പറയാമെന്ന് അറിയില്ല. അത് ഇത്രയും വലിയ പ്രശ്നം അവിടെ ഇരിക്കുന്ന സ്ഥാനം തന്നെ പോകുന്ന അവസ്ഥയിൽ കള്ളത്തരം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരു ഇതുമില്ല. ഒരു പെണ്ണിൻ്റെ പിന്നാലെ ഇത് കേരളത്തിൽ മോശമാണ്. ഉമ്മൻചാണ്ടി സാറൊക്കെ എത്ര നല്ല മനുഷ്യമായിരുന്നു അല്ലേ? ഇത് അങ്ങനെ ഒരു വിട്ടോ അതിൻ്റെ പിന്നാലെ നടക്കും ഇത്. അപ്പോൾ ഇത് കഴുതകളായിക്കൊണ്ടിരിക്കും. എന്തായാലും അയാളുടെ പേരിൽ ഇങ്ങനെ ഇത് സംഭവം സത്യമാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു സംഗതിയാണത്. അതിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അത് ചേർന്ന ഒരു പരിപാടി അല്ലല്ലോ. ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഈ ജാതി പരിപാടികൾ അത് ഇത്ര ഒരു ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു രാജിവെക്കണം പറഞ്ഞാൽ അതൊക്കെ അവരുടെ സ്വന്തം രീതിക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. രാജിവെക്കാൻ അവരുടെ എന്താണ് ധാർമ്മിക ബോധം. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് ഞാൻ അതാ നേരത്തെ പറഞ്ഞ അവരുടെ ധാർമ്മികതയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് അയാളുടെ ആ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാം. പക്ഷേ എന്തായാലും ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. നഷ്ടമായിട്ട് തോന്നുന്നു. നല്ലൊരു വ്യക്തിയാണ് അയാൾ ജനങ്ങളായിട്ടുള്ള നല്ല ഷാഫി തന്നു, അതിൻ്റേതായിട്ടുള്ള പുരോഗമനം അയാൾക്ക് കിട്ടി. പക്ഷെ നിരന്തരമായിട്ട് ഈ ചാനലുകാരൻ്റെ ഇത് കേൾക്കുമ്പോൾ ഞാനൊരു ചെറിയൊരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് തന്നെ മടുപ്പാകുക. നമ്മൾക്ക് തന്നെ അത് വല്ലാത്തൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ കുറിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെയാണ് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അയാൾ ആ ഒരു കരുത്തിനെ നിലനിർത്തി. അയാൾ പാർട്ടിക്ക് ഒരു നല്ലൊരു വ്യക്തിയാണ്, ത്യാഗം അനുഭവിച്ചിട്ടാണ് ഈ പൊസിഷനിൽ എത്തിയത്. പക്ഷെ അത് ഒരു ചെറിയൊരു ഫോണിൻ്റെ വേണ്ടിയിട്ട് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക പറയുമ്പോൾ വല്ലാത്തൊരു ചെറുപ്രായം ഭാവിയുള്ള ഒരു താരത്തിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. നല്ല കഴിവുള്ള ആൾ ചർച്ചയിലൊക്കെ വളരെ അല്ല, അത് തീപ്പൊരിൻ്റെ കാര്യമല്ല. അയാളുടെ പ്രവർത്തനത്തിന് ഒരു അംഗീകാരം കൊടുത്തിരിക്കുക. വെളിയിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നാണ് അയാളുടെ ഉത്ഭവം തുടങ്ങിയത്. അതിനെ ഒരു ചവിട്ടിമതിക്കുക പറയുമ്പോൾ എൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് ശരിയല്ല എന്നാണ്. ഒരു ഉയർച്ചയ്ക്ക് ഒരു കുറവ് കാണിക്കണമല്ലോ, നല്ല ആ ഒരു ഉയർച്ചയ്ക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. അയാളൊരു തുടക്കക്കാരനല്ലേ. തുടക്കം എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയല്ലേ. അയാൾക്കത് സ്ഥാനം കൊടുത്ത് ഉയർച്ചയിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക, അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു കാര്യം. വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ഒരു തവണ ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ നന്നായി വിശ്വസിച്ചു ആളിട്ടിട്ട് പോകേണ്ടി വന്നു. അത് നമ്മുടെ പാലക്കാട് ജനങ്ങളെ കൈയൊഴിഞ്ഞ പോലെയാണ് പോയത്. രണ്ടാമത് രാഹുൽ വന്നു, അതൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു 2-3 മാസം ആകുമ്പോഴേക്കും കൈവിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ പാലക്കാട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇവർ വോട്ടും ചോദിച്ച് വരുന്ന ഒരു രീതിയായി മാറി. സത്യസന്ധമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ചെയ്താൽ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത്രയും സന്തോഷം തന്നെയാണ്. ഇവർ തമ്മിലുള്ള പരസ്പരം പഴിചാരലും
മോശം വർത്തമാനങ്ങളും വാർത്താ ചാനലിൽ കാണാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സൻ്റെ അഭിപ്രായം പറയാനുള്ളത്, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ചാനലിലിരുന്ന് വൃത്തികെട്ട വർത്തമാനങ്ങളൊന്നും പറയാതെ നല്ല രീതിക്ക് ജനങ്ങളുടെ വികസനം എന്താണ് എന്നുള്ളതൊന്ന്, പാലക്കാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ, കാലങ്ങൾ എത്ര ഒരു ഡെവലപ്മെൻറ്റും ഇവിടെ വന്നിട്ടില്ല. എക്സാമ്പിൾ ഇപ്പോൾ പറയുമ്പോൾ ഇൻഡോർ സ്റ്റേഡിയം വിക്ടോറിയ കോളേജിന് മുന്നിൽ കിടക്കുന്നുണ്ട്. നോർമലി അത് 10-15 വർഷമായി. അത് ഒരു അനാഥ മന്ദിരം പോലെ, വേറെ വാക്കൊക്കെ ഉപയോഗിക്കേണ്ടവർ അങ്ങനെയാണ് അത് കിടക്കുന്നത്. അതുപോലും ഇനിയും ശരിയാക്കിയിട്ടില്ല. ഇത് ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ തയ്യാറായത്. ഇതുപോലെ ഇനിയും റോഡുകളൊന്നും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പം രാഷ്ട്രീയ കക്ഷികൾ അവർ തമ്മിൽ തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ഇതിലാണല്ലോ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ഇനിയെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തെറ്റുകൾ തിരുത്തിയിട്ട് ഇതുപോലുള്ള ജനപ്രതിനിധികൾ മോശം ലെവലിൽ പോവാതെ നല്ല രീതിക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. തെളിവുകൾ നമ്മുടെ ഈ ചാനലുകൾ വഴി വരുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർ സത്യസന്ധമായി കൊടുക്കുന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ തെളിവുകൾ അതിലൂടെ കാണിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു ജനപ്രതിനിധിയോ എന്തെങ്കിലും ഒന്ന് ആയി വരുമ്പോഴാണല്ലോ ഈ കുത്തിപ്പോക്കൽ സംഭവിക്കുക. പവർഫുള്ളായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വേണ്ടതും അതുപോലെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു നിങ്ങളുണ്ട്. എല്ലാ ജനപ്രതിനിധികളുടെ മേലും ഒരു കേസും എല്ലാറ്റിൻ്റെ മേലും വരുന്നുണ്ട്. അയാൾ പ്രധാനമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, പക്ഷേ സത്യം എന്ത് ഇല്ല എന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവർക്ക് തന്നെ അത് കണ്ടുപിടിച്ചിട്ടുള്ള വിഷയങ്ങൾ ക്ലിയർ ചെയ്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഒരു സ്ഥാനം അതിനെ വേണ്ട എന്നുള്ളത് ഒഴിവാക്കുമ്പോൾ ഷുവറായിട്ടും ജനങ്ങളുടെ മുന്നിൽ എത്തണ്ടേ. ഇദ്ദേഹമല്ലാതെ മറ്റേത് പാർട്ടിക്കാരാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അവൻ്റെ മുന്നിൽ എത്തേണ്ട ആളാണ്. അയാളുടെ മേലെ ഒരു കറ വന്നു എന്ന് കാണുമ്പോൾ മാറി നിന്ന് സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി പോരാടി നെക്സ്റ്റ് ടൈം വന്ന് ഇതിൽ കളത്തിലിറങ്ങി കളിച്ച് പോരാടുകയല്ലേ വേണ്ടത്. അതല്ല എൻ്റെ സത്യസന്ധം. അല്ലാതെ എന്നും ചാനൽ ചർച്ചകളിൽ വഴക്കും മോശം അത് പറഞ്ഞു അദ്ദേഹം മാറുന്നത് വരെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഷുവറായിട്ട് അദ്ദേഹം മാറി നിന്നിട്ട് അതിനെ ഫേസ് ചെയ്യുക, ജനങ്ങളുടെ മുന്നിൽ ആൾ നല്ല രീതിക്ക് റിപ്പോർട്ട് കൊണ്ട് വരാം. LDF ഉണ്ട്, മറ്റ് പാർട്ടികളും എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഓരോന്ന് എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. അതുപോലുള്ളവർ മാറി നിൽക്കുക. നമുക്കൊരു അധികാരം കിട്ടിയെന്ന് വെച്ച് അതിൻ്റെ മേലെ കയറിയിരുന്ന് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ ഇവർ കടന്ന് ഈ വഴക്കിൻ്റെ പുറകിൽ ഒളിഞ്ഞു നടന്ന് മാറി നടന്ന് റോഡ് മുഴുവൻ പ്രശ്നങ്ങളുണ്ടാക്കി, ബ്ലോക്ക് ഉണ്ടാക്കി, എന്തിനാ അതൊക്കെ കഷ്ടപ്പെടുന്നത്? തല പൊട്ടിച്ചു അതൊക്കെ ഒഴിവാക്കുക. ഫേസ്ബുക്ക് വഴി മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തെറിയ വിഷയമാണ്. ഇതൊക്കെ ആകെ ഒരു മോശം കാര്യങ്ങളാണ്. അദ്ദേഹം നല്ല രീതിക്ക് അത് പ്രൂഫ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടിനെ വരെ വിട്ടുവെച്ചിട്ടില്ലല്ലോ, അദ്ദേഹത്തിനെ വരെ അപമാനിച്ചിട്ടുള്ള വിഷയങ്ങൾ വന്നല്ലോ. അപ്പോൾ അതൊക്കെ വിശ്വസിക്കാനേ പറ്റില്ല. ഉമ്മൻചാണ്ടിൻ്റെ മേലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നാളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ സീനിയറായ ആൾക്കാരനെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് അറിയാലോ. നമുക്ക് എന്തായാലും കാലങ്ങളായിട്ട് കാണുന്നതല്ലേ. അങ്ങനെയൊന്നും പൊള്ളത്തരങ്ങൾ വാർത്തകൾ ഇല്ലാതിരിക്കട്ടെ. അത് എന്താ പറയുക, ഈ വികസനത്തെ മറച്ചുകൊണ്ട് വഴിതിരിച്ചു വിടുകയാണ്. ഇത്തരം കാര്യങ്ങൾ വഴിതിരിച്ചു വിടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊന്നും ഒരു ഇതില്ല, തർക്കങ്ങളില്ലാതെ ഡെവലപ്മെൻറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു നല്ലൊരു ആത്മന. പെണ്ണുങ്ങളിപ്പോൾ കണ്ണമാനം ഇറങ്ങിക്കഴിഞ്ഞു. ഒരാൾ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് വരുന്നവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകിലായിരിക്കും. ഓരോ സ്ത്രീകളും ഇങ്ങനെ ഓരോ തെളിവ് എനിക്ക് അതയച്ചു, ഇതയച്ചു, വോയിസ് അയച്ചു ഒക്കെ മീഡിയയിൽ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ മീഡിയ അല്ല, ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാർത്തയൊക്കെ വയ്ക്കുമ്പോഴേ കുട്ടികളുടെ മുന്നിലാണ് നമ്മളിരിക്കുന്നത്. അത് വല്ലാത്തൊരു മോശമായിട്ടുള്ള ഒരു എന്താ വെച്ചാന്നൊക്കെ ചോദിക്കുമ്പോഴേ അത് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി. വാർത്താ ചാനലുകളിൽ അതിൻ്റെ റേറ്റിങ്ങിനും കൂടെ വേണ്ടി മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. കഷ്ടപ്പെടുന്നതിൻ്റെ ഇപ്പോൾ വ്യവസായികളുടെ അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവരിൻ്റെ വിഷയങ്ങൾ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി കാണിക്കട്ടെ എന്നാണ് എനിക്ക് വാർത്താ ചാനലുകളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്. രാഷ്ട്രീയക്കാരുടെ പുറകിൽ പോയി അവർ കാണിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുടെ പുറകിൽ പോവാതെ ജനങ്ങളുടെ വിഷയം, ഇപ്പം നിങ്ങളുടെ ചാനലാണെങ്കിലും നിങ്ങൾ ജനങ്ങളുടെ കർഷകർ ഇഷ്ടം പോലെ കഷ്ടപ്പെടുന്നുണ്ട്. നെല്ലിൻ്റെ കാശ് കിട്ടിയില്ല എന്നും അങ്ങനെ ഒരുപാട് എൻ്റെ അറിയുന്നവർ തന്നെ ഒരുപാട് നെല്ലിൻ്റെ കാശ് കിട്ടിയില്ല, ഇപ്പോൾ കിട്ടും നാളെ കിട്ടും. ഇപ്പോൾ ഓണമൊക്കെ അടുക്കാറായി, പാവങ്ങളൊക്കെ ഒരുപാട് കഷ്ടത്തിലാണ്. ബിസിനസ് ഇപ്പോൾ ശരിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ച് വ്യവസായങ്ങളില്ല, ബിസിനസ് കുറഞ്ഞു വരുന്നു. ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് അവർ പ്രവർത്തിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ ഒഴിവാക്കട്ടെ, ഉണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള വിഷയങ്ങൾ. ചാനലുകാർ നല്ല നല്ല വാർത്തകൾ കാണിക്കൂ. ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് പോയി കഴിഞ്ഞാൽ പാവങ്ങളുടെ കഷ്ടപ്പാട്, നിങ്ങൾ അവിടെ ചെന്നാൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള വാർത്ത ഉണ്ടാവും. ഒരു വാർത്ത തന്നെ ഫുള്ളായിട്ട് കാണിക്കാതെ കഷ്ടപ്പെടുന്നവരുടെയും പല രോഗികളും ഒരുപാട് പേര് എൻ്റെ അടുത്ത് തന്നെ ഇവിടെ വരാറുണ്ട്.
സഹായങ്ങൾ ചോദിച്ചിട്ടുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഞാൻ ചെയ്യുന്ന ബിസിനസ് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാൻ നല്ല മറ്റും ചെയ്യും. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റട്ടെ എന്ന് നിങ്ങളെ കൂടെ ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ്. അത് കൂടി ഒന്നൊന്നര വർഷമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ അതായത് മാങ്കൂട്ടത്തിൽ ജയിപ്പിച്ചു വിട്ടത് വെറുതെ വേണ്ടി കിടന്നില്ല എന്നായി പാലക്കാടുകാർക്ക്. ഒരു ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് അയാൾ രാജിവെച്ചിട്ട് ഇനിയിപ്പോൾ പുതിയൊരു 2026 ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, അതിൽ വേണമെങ്കിൽ അയാൾ നിന്നിട്ട് അയാൾ പാലക്കാട് ജനത അംഗീകരിക്കണ്ടോ എന്നുള്ളത് നോക്കാമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ രാജിവെക്കാണ്ട് കോൺഗ്രസ് നിന്ന് മാത്രം രാജിവെച്ചിട്ടുള്ളതിൽ ഒരു അർത്ഥമില്ല. ഇപ്പോൾ എന്തായാലും എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് രാജിവെച്ചിട്ട് അയാളുടെ കാര്യങ്ങൾ തെളിയിച്ചിട്ട് 2026 ഇലക്ഷന് നിന്നോട്ടെ. പാലക്കാട് ജനത അംഗീകരിക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാലോ. ഇതിലിപ്പോൾ എല്ലാവരും നല്ലവരായിരിക്കില്ല. ഇപ്പോൾ നമുക്ക് ഒന്നും ക്ലിയറായിട്ട് വ്യക്തതയായിട്ട് അറിയാത്തത് കൊണ്ടൊന്നും പുറത്ത് ഫുള്ളായിട്ടുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഏകദേശം ഇത്രയും ആരോപണങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒരു 50% ശരിയില്ലാണ്ടെന്നും ഒന്നും വെറുതെ നല്ല ആൾക്കാരായിട്ട് ഇങ്ങനെ ഇത്തരം ആരോപണങ്ങൾ വരില്ലല്ലോ. അപ്പോൾ വന്നത് ചെറിയ ആരോപണങ്ങളൊന്നുമല്ല, ഒരുപാട് വലിയ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിലൊരു 50% സത്യം ഉണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരാളുടെ അടുത്ത് നിന്നത് വരാൻ സാധ്യതയില്ല. അതുവരെ പാലക്കാടുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു MLA. ചെറുപ്പമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെറുപ്പമുള്ള ആൾക്കാരാണ്. ഒരുപാട് പേര് അങ്ങനത്തെ നേതാക്കന്മാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അങ്ങനത്തെ. അതിനിപ്പോൾ ഒരാൾക്ക് മാത്രം അങ്ങനെ പ്രത്യേകത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം ചെറുപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അംഗീകാരം അങ്ങനെയൊന്നുമില്ല. അയാൾ പുറത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും വെളിയിൽ ഇറങ്ങാണ്ട് ചെയ്യണത് അത് ശരിയല്ല. അത് പാലക്കാട് ജനതയ്ക്കുള്ള ഒരു എന്താ പറയുക, ഒരു ചീത്ത പേരാണ്. അപ്പോൾ അയാൾ പുറത്തിറങ്ങിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ആളല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ഉള്ളിലിരിക്കേണ്ട ആവശ്യം? അപ്പോൾ അതും കൂടെ ഒന്ന് അയാളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. പാർട്ടിക്കാർ ചെയ്തു, പാർട്ടിക്കാർ അയാളിനെ പുറത്താക്കി. ഇപ്പോൾ ഒന്നും കാണാണ്ട് പുറത്താക്കില്ല, പാർട്ടിക്കാർ പുറത്താക്കി. ഇനിയിപ്പോൾ അയാൾ ചെയ്യേണ്ടതാണ്. അയാളുടെ MLA സ്ഥാനം അയാളുടെ സ്ഥാനമാണ്. അയാൾ തന്നെ രാജിവെച്ചിട്ട് പോവുകയാണ് നല്ലത്. ഇതിനകത്തൊരു തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ അടുത്തൊക്കെ നല്ല കാണുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് സംസാരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഇതറിയില്ല, ഒരിക്കലും അങ്ങനെ തോന്നാൻ പറ്റില്ലല്ലേ? ഒന്നുമില്ല, വിശ്വസിക്കുന്നില്ല. എന്നാലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പലതും കേൾക്കുന്നുണ്ട്, നമ്മളതിനെ കുറിച്ച് സത്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇവിടെ മത്സരിക്കുന്നതിന് മുമ്പുള്ള ആരോപണങ്ങളാണ്. അതാണ് ഇപ്പോഴാണ് പുറത്ത് വന്നത്. അതെ അതെ, MLA ആവുന്നതിന് മുമ്പ് അത് പുറത്തിറക്കാലോ. അതെ, നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് കേൾക്കുന്നത് അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കേൾക്കുന്ന ഓരോ വാർത്ത നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കില്ല. എന്നാലും മനുഷ്യരാകുമ്പോൾ അങ്ങനെ പലതും കുത്തിപ്പൊക്കി വരുമല്ലോ, വരാറുണ്ടല്ലോ. അതെല്ലാവരുടെ എല്ലാം എന്താ പറയുക, പാർട്ടിക്കാർക്കും ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. രാജി വെക്കണമെന്ന് അഭിപ്രായമുണ്ടോ? MLA സ്ഥാനം അതാണല്ലോ നല്ലത്. ഒന്ന് നോക്കിയാൽ നല്ല, അത് എല്ലാവർക്കും ഒരു നാണക്കേടായല്ലോ ഇതൊരു സംഭവം. ഇപ്പോൾ ഉന്നത പദവിയിലിരിക്കുന്നവർ ഇങ്ങനെ ചെയ്തു എന്ന് അറിയുമ്പോൾ ജനങ്ങളും അത് ചിന്തിക്കുമല്ലോ. ഇനി അവരെ തന്നെ വീണ്ടും അങ്ങനെ നിർത്തുകയാണെങ്കിലും സാധാരണക്കാർ ചിന്തിക്കുമല്ലോ, അവർക്ക് എന്തും ചെയ്യാം. സാധാരണക്കാർ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഓരോ കേസുകളും പത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുണ്ട്, പക്ഷെ ആ ഉന്നത പദവിയിലിരിക്കുന്നവർ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്, പക്ഷെ അത് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു നാണക്കേട് തന്നെ. സൂപ്പർ ആളല്ലേ? ആണല്ലേ? ആണല്ലോ. ഞങ്ങൾ തമ്മിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ? ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നഷ്ടമായിട്ട് ഒരിക്കലും കരുതുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് പല ഉപഹാരങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ നേരിട്ട് പോകണം. നമ്മൾ എല്ലാം തരണം ചെയ്ത് നമ്മൾ ഒരാളിന് ഒന്നിനും അനുവദിക്കാൻ പാടില്ല. ഒരിക്കലും ചെയ്യില്ല. അത്രയ്ക്ക് നല്ലൊരാളാണ്. അത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ തെറ്റ് ചെയ്താൽ തന്നെയല്ലേ രാജിവെക്കേണ്ട ആവശ്യമുള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഓരോ വ്യക്തികളും ഓരോ സ്ഥാനത്തേക്ക് വരുന്നത് അവരുടെ ഇത് 3.5 വർഷം മുമ്പുള്ള പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്, അല്ലേ? ആണല്ലോ. 3.5 വർഷം വരെ ഇവരൊക്കെ ഇവിടെ പോയി കിടക്കാറുണ്ട്. അതും കൂടെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധമായും രാജിവെക്കണം എന്ന് പറയുകയാണെങ്കിൽ CPMലെ പ്രമുഖരായിട്ടുള്ള പലരുടെ പേരിലും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നവരുടെ പേരിലും നിരവധി ആരോപണങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്, അത് പരാതിയായിട്ടുണ്ട്. അവർ രാജിവെച്ച് മാതൃക കാണിക്കേണ്ടതിന് പകരം ഇപ്പോൾ ഇതിൽ പിടിച്ചു തൂങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം രാജിവെക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം അവർ രാജിവെച്ച് മാതൃക ആയതിനു ശേഷം വേണം മറ്റുള്ളവരെ രാജിവെക്കാൻ പറയേണ്ടത്. കോൺഗ്രസിൻ്റെ സംസ്കാരം കോൺഗ്രസ് മാന്യമായിട്ട് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്നേ വരയ്ക്കും ഒരു പാർട്ടിയും ചെയ്യാത്തതാണല്ലോ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടോ മുമ്പ്?
മറ്റുള്ളവരെ ഇല്ലല്ലോ, മറ്റുള്ള പാർട്ടിക്കാർ നിർത്തിയിട്ടില്ലല്ലോ. പറ്റി വ്യക്തമായ ഒരു ആരോപണം പറയുന്നു. രാഹുലിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഇടപെടും എന്നുള്ളത് പാലക്കാട് ജനങ്ങൾ വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ആരോപണങ്ങൾ വന്നു, അത് സത്യമാണെന്ന് നേതൃത്വത്തിന് തെളിഞ്ഞതിന് പകരം നേതൃത്വത്തിൽ അത് തെളിഞ്ഞതിന് നേതൃത്വം വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല എന്നൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പ് സന്ദേശങ്ങളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വന്ന തെളിവുകളല്ലാതെ യഥാർത്ഥത്തിൽ ഒരു പരാതി എന്ന് പറയുന്നത് രേഖാമൂലം സ്റ്റേഷനിൽ കൊടുക്കണം, അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കണം. അതൊന്നും ചെയ്തിട്ടില്ല ഇതിൽ, മനസ്സിലായില്ലേ? ആദ്യം ആ സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ സ്ത്രീ FIR ഇടണം, ആ സ്ത്രീയുടെ പരാതിയിൽ FIR ഇടണം. ഇന്നവർക്ക് അത് ചെയ്തിട്ടുണ്ടോ? അതായത് എല്ലാം ചേഞ്ഞുകൂട്ടി പൊതുജനങ്ങൾ മൊത്തം വിഡ്ഢികളാണ് എന്ന് ഒരിക്കലും ധരിക്കരുത്. നല്ലപോലെ ആലോചിച്ച് ചിന്തിച്ചിട്ടുമാണ് പാലക്കാട് ജനങ്ങൾ അയാൾക്ക് സ്ഥാനം കൊടുത്തത്. ആ സ്ഥാനം അയാൾ മാന്യമായിട്ട് കൈകാര്യം ചെയ്തില്ല എന്നുള്ളത് നേതൃത്വത്തിന് അറിഞ്ഞതുകൊണ്ടാണ് നേതൃത്വം ശക്തമായ നടപടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല, പൊതുവേദിയിൽ വരാൻ പറ്റില്ല എന്നൊന്നും ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പറഞ്ഞിട്ടില്ല. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരു തീരുമാനം ഇന്നേവർക്ക് ആരും എടുക്കാത്തതാണല്ലോ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കാല് കുത്തിക്കില്ല, കീല് കുത്തിക്കില്ല, അതൊക്കെ ഭീഷണികൾ പല രീതിയിലുണ്ടാവും. യൂത്ത് കോൺഗ്രസ്സുകാർ സംരക്ഷിക്കേണ്ട, ആരും സംരക്ഷിക്കേണ്ട, അയാളെ സംരക്ഷിക്കും എന്നുള്ളത് നേതൃത്വവും പറഞ്ഞിട്ടില്ലല്ലോ. നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ അയാളെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. തെറ്റ് ചെയ്താൽ ആര് തെറ്റ് ചെയ്താലും അത് തെറ്റായിട്ട് തന്നെ കാണുന്നവരായിരിക്കണം മുകളിലിരിക്കുന്നവർ. അത് ആ ഭാഗം വ്യക്തമായിട്ട് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും കോൺഗ്രസ്സിന് ചെയ്യാനില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത് രാഹുലാണ് തീരുമാനിക്കുന്നത്. ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ വ്യക്തി എന്നതുള്ളത് ശരിയാണ്, നിഷേധിക്കുന്നില്ല. ഷാഫി പറമ്പിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കേസിൽ ഇയാൾ പെടുന്നുള്ളതൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഷാഫി പറമ്പിൽ. അതിനി തലകുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് നിന്നാലും ശരി, ഇനിയിപ്പോൾ CPMൻ്റെ തലമൂത്ത ആൾക്കാർ വന്ന് നിന്നാലും ശരി, ഷാഫി പറമ്പിലിനെ ഇളക്കാനൊന്നും ഇവിടെ പാലക്കാട് പറ്റൂല. ഷാഫി വരികയും ചെയ്യും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിൽക്കുകയും ചെയ്യും, മന്ത്രിയാവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മത്സരിക്കാൻ പറ്റില്ല, കാരണം എല്ലാ സ്ഥാനങ്ങളും പോയി കഴിഞ്ഞു. ഇനി എന്ത് വെച്ചിട്ടാണ് മത്സരിക്കുന്നത്? അവിടുത്തെ സ്ഥാനം രാജിവെച്ച് വരും. പാലക്കാട് ഞങ്ങൾ ജയിപ്പിക്കുകയും ചെയ്യും ഷാഫിനെ, അതിലൊരു സംശയം വേണ്ട. 3.5 വർഷം 4 വർഷം മുമ്പ്, ഇപ്പം ഞാൻ 10 വർഷം മുമ്പ് ഒരു സ്ത്രീ 10 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു പറയും, അന്ന് ഞാൻ സാധാരണക്കാരനാണ്. ഇന്ന് ഞാൻ ആരാണെന്നുള്ളത് നോക്കേണ്ടത്. അന്ന് ഈ 10 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിന് ഈ 10 വർഷം കഴിഞ്ഞ് വന്നിട്ട് ഒരു പരാതി കൊടുക്കുമ്പോൾ ഇന്ന് എൻ്റെ പൊസിഷൻ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും കൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്ത്, പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് ഒരു കണക്കാക്കാനുള്ള ഒരു ഇതാണ്, ഒരു അഭ്യൂഹമാണ് രാഷ്ട്രീയം. രാഹുൽ കിട്ടുന്ന നഷ്ടമായെന്ന് നമ്മൾ പറയുന്നില്ല, അതെന്താണെന്ന് നമുക്കറിയില്ല. സംഭവം നമ്മൾ അറിയാത്ത പറയാൻ പറ്റും. വിശ്വസിക്കുന്നില്ല. ഇല്ല, അദ്ദേഹം ചെയ്യാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇല്ലെന്ന് വിശ്വസിക്കുന്നത്, ചെയ്തെന്ന് നമുക്കറിയില്ല. രാജിവെക്കണം പറയല്ല, ഒരു നഷ്ടമില്ല. ഇതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് അവർ കളിക്കുന്ന ഒരു കളിയല്ലേ എതിർ പാർട്ടികളെ. കോൺഗ്രസ് പാർട്ടിക്കകത്തും കളിയുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ. കാരണം അവരെ സംരക്ഷിക്കാൻ ആരും വരുന്നില്ല മുന്നോട്ട്. അവരിപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണല്ലോ. ഒരു കാരണവശാലും ശരിക്ക് ഇരകൾ അവരുടെ ഇത് പറയാതെ പിന്നെ എന്തെങ്കിലും ഒരു അർത്ഥമില്ലല്ലോ. ആരാണ് ഇതിൻ്റെ പിന്നെ പരാതി കൊടുത്ത ആൾ ആരില്ല. എന്നാൽ റിപ്പോർട്ട് ചാനൽ അവർക്ക് പരാതി കിട്ടിക്കണമെങ്കിൽ അവർ പറയണ്ടേ ഇന്ന ആൾ തന്ന്. അതുമില്ല, കേസുമില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് എടുക്കുന്നതാണ് പറയണത്. ഇന്നലെ മറ്റേ റിട്ടയർഡ് SP പറഞ്ഞത് അങ്ങനെ ഒരു കേസേ മുന്നോട്ട് പോകില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വെറൊരു കിംവദന്തി മാത്രമാണ്. ഒരു ട്രാപ്പിപ്പെടുത്തിയാണ്. ട്രാപ്പ് പെടുത്തിയതാണ്. പഴയ 2005 നടന്ന സംഭവം ഇപ്പോൾ ഇതുവരെ അവരെവിടെ ഇരുന്ന് ഇപ്പോഴേ അവർക്ക് ബോധം വന്നത്. എന്നിട്ടിപ്പോൾ ആ ഇര പറയുന്നത് എന്താണ്, സ്ത്രീകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതിനിറങ്ങി തിരിച്ചതെന്ന്. ഇപ്പോൾ ഈ 5 വർഷം ഇതുവരെ സ്ത്രീകളൊന്നും ഇല്ലായിരുന്ന, ഇപ്പോഴാണ് അവർക്ക് ഇതൊക്കെ ഒരു ബോധം വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് രാജിവെക്കണത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ അവർ ജനങ്ങളാരും പുറത്ത് ഈ മീഡിയാസിലല്ലാതെ വേറെ ഒരു ഇതൊന്നും ഇതിൽ വരുന്നില്ലല്ലോ. മീഡിയകൾ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പലതും പറയും. ഇതിലിപ്പോൾ റിപ്പോർട്ട് ചാനലാണ് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ പ്രവർത്തിക്കുന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊരു LDF ചായ്വുള്ളൊരു ചാനലുമാണ്. അതൊക്കെ വെറുതെ പറയും. ഇതിന് മുന്നേ അവനെ കാല് കുത്തിക്കൊല്ലാന്ന് ഇതിന് മുമ്പും പറഞ്ഞിരുന്നല്ലോ വേറെ ഒരു ഇതിൽ. എന്നിട്ട് അവൻ കാല് കുത്തിയില്ലേ, അവൻ്റെ കാല് വെട്ടുന്നാന്ന് BJPക്കാർ പറഞ്ഞിരുന്നത്. അതൊക്കെ വെറുതെ പറയുന്ന കാര്യമാണ്. ഷാഫിനെ വടകര തടഞ്ഞതോ
അവൻ ഇന്നലെ ഇവിടെ പാലക്കാട് വന്നില്ല, ആരെങ്കിലും കാല് കുത്താതെ സമ്മതിക്കാതെ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെ വെറും രാഷ്ട്രീയ കളി മാത്രം. ഉമ്മൻചാണ്ടിനെ കുറേ വേട്ടയാടി, അയാൾ മരിച്ചതിന് ശേഷമാണ് എല്ലാം പുറത്തു വന്നത്. ഇതൊക്കെ എന്തിനാ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്? ഇവർക്ക് എന്താ ഒരു പീഡനം നടന്ന അതിൻ്റെ ആ സമയത്തിന് അവർക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഇപ്പം പഴം പോയതാ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 2020 ഈ സംഭവം നടക്കുന്നത്. അവൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അല്ല, ഒരു MLA അല്ല. അന്ന് അവന് ഭയമാണെങ്കിൽ ഇന്ന് ഇത്രയും സ്ഥാനമുള്ള ഇവൻ ഇപ്പം ഇന്ന് ഭയം എങ്ങനെ ഇല്ലാതായത്? അത് നമ്മൾ നോക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ വെറും അവനെ ഒതുക്കാനുള്ളവർ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വന്നാൽ അവൻ ഇവിടെ പ്രവർത്തിച്ചാൽ എന്തായാലും മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുമെന്ന് BJPക്ക് നല്ലോണം അറിയാം. അതാണ് അവരിപ്പോൾ ഇവനെ കൂടുതൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒതുക്കി തീർക്കാൻ പാലക്കാട്ടിലേക്ക് കാലുകുത്തിക്കൊല്ലെന്ന് പറയേണ്ട കാരണം. ഇനിയിപ്പോൾ അവന് പ്രവർത്തനത്തിന് വരാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിന് വരെ അവനെ ഒഴിവാക്കിയില്ല. ഇനി അവൻ എന്തായാലും പ്രവർത്തിക്കില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് മുനിസിപ്പാലിറ്റി സുരക്ഷിതമായി. ഇല്ലെങ്കിൽ അവൻ വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, അവനും ഷാഫിയൊക്കെ വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഇനിയും ഇപ്പം ഈ ഇലക്ഷനിൽ 4000 വോട്ടിന് പിന്നിലാണ് മുനിസിപ്പാലിറ്റിയിൽ BJP. ഇതിപ്പോൾ ഒരു വാർഡിൽ 40 വോട്ട് 50 വോട്ട് മറിഞ്ഞാൽ വാർഡ് പോവും. ഇപ്പോൾ അതും സുരക്ഷിതമായി. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ളൊരു കളിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മത്സരിക്കുക ജയിക്കുമെന്ന് പറയാൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇനി ഇതിൻ്റെ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ നിയമവർഷങ്ങളോ ഇത് കേസ് എന്താവണമെന്ന് അറിയില്ലല്ലോ. അവന് കുറ്റവാളി അല്ലാതെ തിരിച്ചു വരികയാണെങ്കിൽ അവൻ എന്തായാലും ജയിക്കും. സ്വതന്ത്രമായി ഇന്നത്തെ ജയിക്കും ആളുകളപ്പോൾ.